സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കുവരുന്നത് ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഗർഭിണികൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. ഇന്ന് ഗർഭിണികൾക്ക് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ. എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാൻ വയ്യാതെ വിഷമിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരമാണ് പറഞ്ഞു തരുന്നത്. ഗർഭിണികൾ ചെയ്യേണ്ടത് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ ആണ് ഇനി പറയാൻ പോകുന്നത്. ഒഴിവാക്കേണ്ടത് ഡാക്ടറോട് ചോദിക്കാതെ, ഡാക്ടറുമായിട്ട് ബന്ധപ്പെടാതെ ഒരു മരുന്നും കഴിക്കാൻ പാടില്ല. ചായ, കാപ്പി എന്നിവ ഒഴിവാക്കണം. ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കരുത്. പുകവലി, മദ്യപാനം എന്നിവ നിർത്തണം. ഗർഭകാലത്ത് പുകവലിക്കുകയും മദ്യപാനം ചെയ്യുകയും ചെയ്താൽ ഗർഭശിശുവിന് കുഴപ്പം പറ്റാൻ സാധ്യതയുണ്ട്. കൂടാതെ ചില മത്സ്യങ്ങളെന്ന് പറഞ്ഞാൽ മെർക്കുറി കൂടുതലുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെ അലസിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെർക്കുറി അടങ്ങിയ മത്സ്യങ്ങളായ കോര, സ്രാവ്, ഞണ്ട് എന്നിവ കഴിക്കരുത്. പിന്നെ ഒരു തലവേദനയ്ക്കോ പനിക്കോ പോലും ഡാക്ടറോട് ചോദിക്കാതെ മരുന്ന് മേടിച്ച് കഴിച്ചുകൂടാ. പിന്നെ ആദ്യത്തെ 3 മാസം അത് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. അന്നേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുത്. അവസാനത്തെ മാസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മോശം അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ ചില മരുന്നുകളുടെ ഉപയോഗം മൂലവും കുഴപ്പം പറ്റാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഡോക്ടർമാരോട് ആലോചിച്ച് ചെയ്യാതിരിക്കരുത്. പിന്നെ അതുകൂടാതെ ഭാരം ഉയർത്തരുത്. ഭാരം ഉയർത്തുന്നത് മൂലവും ഗർഭസ്ഥ ശിശുവിന് കുഴപ്പം പറ്റാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ കിടക്കുന്നത് ഒരു വശം ഇടത്ത് വശം ചരിഞ്ഞ് വേണം കിടക്കാനായിട്ട്. അല്ലാതെ കമന്നും മലന്നും കിടന്നൂടാ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ യാതൊരു കുഴപ്പം കൂടാതെ പ്രസവം നടക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തെങ്കിൽ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.